ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു. CPI എതിർപ്പ് നിലനിൽക്കെയാണ് വിവാദ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. പദ്ധതിയിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിലെത്തിയാണ് ഒപ്പുവെച്ചത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലാബ്ദീൻ, KR സാജു എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. സെയ്ഫിലേക്കാണ്. സെയ്ഫായി സൂചിപ്പിച്ചതുപോലെ മുന്നണിക്കുള്ളിൽ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത്? ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് ഉള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഭാഗമാകില്ല. അത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അവരൊരു പ്രതീക്ഷയായിരുന്നു ഇതിനകത്ത് പങ്കാളില്ല എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഇന്നലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദനോട് ബിനോയ് വിശ്വം ഫോണിൽ സംസാരിക്കുകയും പാർട്ടിക്കുള്ള എതിർപ്പ്, ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിനുള്ള എതിർപ്പ് ഫോണിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനകത്ത് ഒരു അനുകൂലമായ മറുപടിയൊന്നും MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അപ്പോൾ അവരുടെ പ്രതീക്ഷ ഈ പദ്ധതി ഭാഗമാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായ K വാസുകി ഡൽഹിയിലെത്തി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI-യുടെ എതിർപ്പിനെ ഏതെങ്കിലും തരത്തിൽ മാനിക്കാൻ വേണ്ടി CPM നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത്. ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോഴും മന്ത്രി K രാജൻ ഈ വിഷയത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അജണ്ടയിൽ ഈ വിഷയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും K രാജൻ പറഞ്ഞു 2 തവണ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വന്നതാണ്, അന്ന് മാറ്റിവെച്ചതാണ്. വീണ്ടും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിൽ യോജിപ്പില്ല എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം മന്ത്രിസഭാ യോഗത്തിൽ നടത്തുകയും ചെയ്തില്ല. എന്തായാലും CPI-യുടെ എതിർപ്പ് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അമൃത. ശരി സെയ്ഫ്, തുടരൂ. KR സാജു കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കേരളം അറിയിക്കുമ്പോൾ തന്നെ പ്രധാനമായി വലിയ തരത്തിലുള്ള എതിർപ്പുകൾ നാനാഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് അവരുടെ അജണ്ടകളല്ല, നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ഇതിലൂടെ നഷ്ടമാകരുത്, അതുകൊണ്ടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കും എന്നായിരുന്നല്ലോ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെപ്പോൾ കിട്ടുമെന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനുള്ള വിവിധ ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇത്തരത്തിൽ SSAയുടെ മാത്രം 1500 കോടിയോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. പദ്ധതിയിൽ കേരളം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ SSA ഫണ്ട് അടിയന്തരമായി ലഭിക്കും എന്നാണ് സംസ്ഥാനത്തെ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അതായത് 1500 കോടി രൂപ ഉടൻ തന്നെ സംസ്ഥാനത്തിന് SSAയുമായി ബന്ധപ്പെട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അമൃത, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ അതിന്റെ നിബന്ധനകളിൽ തന്നെ പറയുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കണം എന്ന കാര്യം. അത് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടതാണ് എന്ന വിമർശനമാണ് CPM-ഉം സർക്കാരും LDF-ഉം ഒക്കെ ഇതുവരെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അത്തരം ഒരു വിമർശനം നിലനിൽക്കുകയെ അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമവും നയവും ഒക്കെ നടപ്പാക്കാതെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കപ്പെടുന്നത് എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാണ്. അതിലേക്ക് വഴങ്ങുന്നില്ലെങ്കിൽ കേന്ദ്രം പിന്നീട് തുടർ ഫണ്ടുകൾ തടയുന്നതിലേക്കുമൊക്കെ എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇത്തരം കുരുക്കുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് CPI അതിശക്തമായ എതിർപ്പ് ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഉയർത്തിയിരുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഏതാണ്ട് അവഗണിക്കപ്പെട്ട് നാണം കെട്ട അവസ്ഥയിലേക്ക് CPI നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബുധനാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി K രാജൻ മന്ത്രിസഭയിൽ ഉന്നയിച്ചത്. പക്ഷെ അപ്പോൾ ഉന്നയിക്കുമ്പോൾ പോലും ഒരു മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്തതെന്നാണ് നമുക്ക് ഉള്ള വിവരം. അതായത് ഒപ്പിടാനുള്ള തീരുമാനം എടുക്കുകയും അത് സംബന്ധിച്ച് മന്ത്രിസഭയിലെ ഒരംഗം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ പോലും മൗനം പാലിച്ചത് വളരെ തന്ത്രപൂർവ്വം വലിയ എതിർപ്പുകൾ മുന്നണിയിൽ നിന്നും അതിശക്തമായി ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഒപ്പിടുവാനുള്ള തീരുമാനം എടുത്ത് അതുമായി മുന്നോട്ട് പോകുക എന്നതിന്റെ
അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി CPI പരിശോധിക്കേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ CPIയെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPIയുടെ പ്രതികരണം ഇതിനകത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നലെയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിച്ചത്. അത്തരം ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുമ്പോൾ LDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം ഒരു സമവായത്തിലെത്തിയ ശേഷം മാത്രമേ ഒപ്പിടാനായി പോവുകയുള്ളൂ സംസ്ഥാന സർക്കാർ എന്ന പ്രതീക്ഷ CPI നേതൃത്വത്തിലുണ്ട്. അത് പാടെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഫണ്ടുകൾ തടഞ്ഞു വെക്കപ്പെട്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് തിരക്കിട്ട് ഒപ്പിടാനുള്ള തീരുമാനമെടുത്തത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പല ഫണ്ടുകളും അനുവദിക്കുന്നതിന് പെരുമാറ്റച്ചട്ടങ്ങൾ തടസ്സമാകും. അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇപ്പോൾ CPI അതിശക്തമായ എതിർപ്പ് തുടരുമ്പോഴും അതിനെ അവഗണിച്ചു കൊണ്ടുപോയി ഡൽഹിയിൽ പോയി ഒപ്പിടാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ CPIയുടെ കണക്കുകൂട്ടലുകൾ ആകെ പിഴച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതുവരെയും PM ശ്രീ ഒപ്പിടാതിരുന്ന, നമുക്കറിയാം 2022 PM ശ്രീ പദ്ധതി വരുന്നത്. അന്നു മുതൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒപ്പിടാതിരിക്കാനായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് വളച്ചൊടിക്കപ്പെട്ട സംഘപരിവാറിന്റെ ചരിത്രം ഇതിനകത്ത് ഉൾപ്പെടും. അങ്ങനെ അത്തരം കാര്യങ്ങൾ കൂടി വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇപ്പോഴും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഒപ്പിടാതെ മാറി നിൽക്കുന്നുണ്ട്. കേരളത്തിൽ നേരത്തെ CPI അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഫണ്ട് തരുന്നില്ലെങ്കിൽ അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്ന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അല്ലാതെ വഴങ്ങിക്കൊടുക്കരുത് എന്ന നിലപാടായിരുന്നു. ഏതായാലും പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വഴങ്ങിക്കൊടുക്കലിലേക്ക് CPM കടന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് സാജു. അത് മാത്രമല്ല, സാജു തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കുരുക്ക് ഇതിനുള്ളിൽ കിടപ്പുണ്ട്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഭാവിയിൽ അവർ നൽകേണ്ട ഫണ്ട് തരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താമല്ലോ. തീർച്ചയായും അമൃത, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അങ്ങനെ നീങ്ങി എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഉത്തരമുണ്ട്. PM ശ്രീ ഫണ്ട് ഒപ്പിടുന്നതിന്റെ ഭാഗമായി PM ശ്രീ പദ്ധതിക്കായി വരുന്ന പണം എന്നത് കുറവാണെങ്കിൽ പോലും, അത് ആ പണം വലിയ പണമല്ലെങ്കിൽ പോലും അതോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട പല ഫണ്ടുകളും തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുക എന്നതിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് എത്തിച്ചേരേണ്ടി വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ട് തന്നെയാണ് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ പ്രശ്നം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ആ ഫണ്ട് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയമായ കാര്യങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം എടുത്തുള്ളത്. അതിന്റെ സാധ്യതയും ഒക്കെ എത്രത്തോളം എന്നുള്ളത്, അതിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ അവഗണിക്കുക. സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട ഫണ്ട്, ആ ഫണ്ട് ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നും ആ പ്രതിസന്ധിയെ മറികടന്നേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ് ഒപ്പിടാൻ തീരുമാനിച്ചത് എന്ന നിലപാടായിരിക്കും CPM നേതൃത്വം സ്വീകരിക്കുക. മാത്രമല്ല, കേന്ദ്ര ഫണ്ടുകൾ പലതും ഇത് മറ്റു വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, ഇപ്പോൾ എതിർപ്പുന്നയിക്കുന്ന CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ അടക്കം വാങ്ങുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ CPM പ്രതിരോധത്തിനായി ഉയർത്തും എന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഇത്രയും കാലം പറഞ്ഞിരുന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്നും പിന്നാക്കം പോയിരിക്കുന്നു CPM നേതൃത്വം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അമൃത. സാജു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ ഷിമേ ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും അവഗണിക്കപ്പെട്ടില്ലേ ഇവിടെ? തീർച്ചയായും അത്തരം ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു CPM ജനറൽ സെക്രട്ടറിയായ MA ബേബിയുടെ പ്രസ്താവന. അതുകൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഇന്നലെയും ഇന്നുമൊക്കെയായി ഒരു ആത്മവിശ്വാസം പുറത്തേക്ക് പ്രകടിപ്പിച്ചത്. പക്ഷേ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമില്ലായിരുന്നു എന്നുകൂടിയാണ് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും CPIയെ മന്ത്രിസഭയിൽ മാത്രമല്ല ഗൗനിക്കാതിരിക്കുന്നത്, LDF
LDF-ലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടും CPI ഇത്രയും വലിയ എതിർപ്പ് ഉയർത്തിയിട്ടും അതിനു വഴങ്ങാതെ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് CPI-യുടെ കണക്കുകൂട്ടലുകൾ ഈ ഘട്ടത്തിൽ പാളിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കുന്നത് PM ശ്രീയിൽ വഴങ്ങാൻ തീരുമാനിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ചില വാർത്തകൾ വന്നിരുന്നു. സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികളിലും വഴങ്ങാനുള്ള നീക്കം നടക്കുന്നു. അത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഫണ്ട് മറ്റും ലഭ്യമാകുന്നതിനുള്ള കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ അതിൽ നിന്നുമൊക്കെ വായിച്ചെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടുംപിടുത്തത്തിന് ഫണ്ടുകൾ ലഭ്യമാകാത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനം വഴങ്ങുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അങ്ങനെ അതിനെ കൂടി ആയുധമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര ഫണ്ടുകൾ അനിവാര്യമാണെന്നും അതിനാൽ ഇപ്പോൾ ഈ ഫണ്ട് വാങ്ങാൻ വേണ്ടി ഒപ്പിടുകയല്ലാതെ മറ്റു നിർവാഹങ്ങൾ ഇല്ല എന്നുമുള്ള ഒരു പ്രചരണമായിരിക്കും ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി CPM ഇനി നടത്താൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അമൃത, അപ്പോൾ ഇത്രയും നാൾ എതിർത്തുകൊണ്ടിരുന്ന ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം അതുമായി മുന്നോട്ടു പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായൊരു വിശദീകരണം കൂടി സർക്കാർ നൽകേണ്ടതില്ലേ സാജു? തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം നൽകേണ്ടി വരും. അത് മുന്നണിയിൽ നൽകേണ്ടി വരും, ജനങ്ങൾക്കിടയിൽ നൽകേണ്ടി വരും എന്നതൊക്കെ ഉറപ്പാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ പ്രാദേശികമായ വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാന ഫോക്കസ് ആയി വരാറുള്ളത് എങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം LDF തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതൊരു സംഘപരിവാറിന്റെ കുരുക്കുണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് എന്ന പ്രചാരണങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് തങ്ങൾ ഇത്രയും കാലം വിട്ടുനിന്നത് എന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ അവരുടെ നയത്തിൽ മാറ്റമൊന്നും വരുത്താതിരിക്കെ സംസ്ഥാനം വഴങ്ങുമ്പോൾ രാഷ്ട്രീയമായ നിരവധി ചോദ്യങ്ങൾക്ക് CPM നേതൃത്വം ഉത്തരം പറയേണ്ടതുണ്ട്. പക്ഷേ അവിടെ CPM-ന് ഇപ്പോൾ സഹായകരമായ നിലപാടാണ് പ്രതിപക്ഷത്തു നിന്നും ഉള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം പോലുള്ള സംഘപരിവാറിന്റെ കാര്യങ്ങൾക്ക് വഴങ്ങരുത്, അതേസമയം കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി ഒപ്പിടാം എന്ന നിലയിലേക്കുള്ള ഒരു മയപ്പെടുത്തിയുള്ള സമീപനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായ VD സതീഷിന്റെയും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന്റെയും ഭാഗത്തുനിന്നുണ്ടായി. അതിന് വിരുദ്ധമായ ഭിന്നമായ അഭിപ്രായം KC വേണുഗോപാൽ MP-യുടെ ഭാഗത്തുനിന്നും ACC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ബാക്കി നിൽക്കെ തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഒപ്പിടരുത് എന്ന ഒരു കടുത്ത നിലപാട് ഈ ഘട്ടത്തിൽ എടുക്കുന്നില്ല. അക്കാര്യത്തിൽ തീവ്രമായ നിലപാടുള്ളത് CPI-ക്കാണ് എന്നുള്ളതാണ് വസ്തുത. CPI-യെ LDF യോഗത്തിൽ അനുനയിപ്പിക്കാൻ കഴിയും, ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാലും അനുനയിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് CPM നേതൃത്വം വിശ്വസിക്കുന്നത്. പക്ഷേ എങ്ങനെ അനുനയിപ്പിക്കുമെന്നാണ് ഈ നേതൃത്വം പറയുന്നത് സാജു? കാരണം ഈ CPI കൗൺസിലിലും ബിനോയ് വിശ്വം ആവർത്തിച്ച നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതിന് പിന്നിൽ കൃത്യമായ സംഘപരിവാർ അജണ്ടയുണ്ട്, അതുമായി സംസ്ഥാനത്തിന് അതുപോലെ തന്നെ LDF സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനോയ് വിശ്വം. യാതൊരുവിധ ചർച്ചകളും പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്നെന്തെങ്കിലും ചർച്ചയിലൂടെ അവരെ അനുനയിപ്പിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇന്ന് അനുനയിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്നാണ് അവസാനിച്ചത്. ആ സംസ്ഥാന കൗൺസിൽ യോഗം അവസാനിക്കുമ്പോൾ ആ കൗൺസിൽ യോഗത്തിലാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ ബിനോയ് വിശ്വം നൽകുന്നത്. MV ഗോവിന്ദനുമായി സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. PM ശ്രീയുടെ കാര്യത്തിൽ ഇനി നിലപാട് മാറ്റണമെങ്കിൽ CPI സംസ്ഥാന കൗൺസിലിന്റെ അംഗീകാരത്തോടെ വേണം എന്ന നിർദ്ദേശം കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെയും അംഗീകരിച്ചുകൊണ്ടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഒപ്പിടും എന്ന തരത്തിലുള്ള ഒരു ധാരണയും CPI നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ഇത്രയും എതിർപ്പുയർത്തിയ പശ്ചാത്തലത്തിൽ LDF-ൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഒപ്പിടുന്നതിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ദിവസം മാത്രമല്ല CPI മന്ത്രിമാർ ഇത് മന്ത്രിസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് 2022 മുതലുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ 3 തവണ മന്ത്രിസഭാ യോഗത്തിൽ
തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചവരാണ് CPIയുടെ മന്ത്രിമാർ. അത് അവരുടെ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. പക്ഷെ അതിനെ മറികടക്കുമ്പോൾ അവരോടൊരു വാക്ക് പറയാതെയാണ് മറികടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ ഒരു എതിർപ്പ് അവർ ഉന്നയിക്കുമ്പോഴും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പോയി ഇതാ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നു. അപ്പോൾ മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയല്ലേ സാജു ഇത്? അപമാനിക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമാണ്, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. അത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വ്യക്തമാണ്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ K. രാജൻ റവന്യൂ മന്ത്രിയാണ് ഇങ്ങനെ മാധ്യമങ്ങളിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്നത് പ്രകാരം പാർട്ടി തീരുമാനം ഒപ്പിടരുത് എന്നാണ് എന്ന് CPIയുടെ നിലപാട് അറിയിച്ചത്. പക്ഷേ അപ്പോൾ ഒപ്പിടാൻ പോവുകയാണെന്നോ മറ്റു വഴികളില്ലെന്നോ ഉള്ള ഒരു മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ക്യാബിനറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയിരിക്കെ അങ്ങനെ മിണ്ടാതിരുന്നവർ ഏതായാലും അത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് ഭാഗമായിട്ട് നടപ്പാക്കപ്പെടുന്നല്ല. ഇതൊന്നും PM ശ്രീ എന്നതുപോലെയുള്ള ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നടന്നതാണ് എന്നാണ് സെയ്ഫ് സൈനുലാബ്ദീൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടെയും നിർദ്ദേശത്തോടും കൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് CPIയുടെ എതിർപ്പിനെ ഗൗനിക്കേണ്ടതില്ല, അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം മുഖ്യമന്ത്രി തന്നെ എടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ട് ലഭിക്കുക എന്നുള്ളതായിരുന്നു. ആ ഫണ്ട് ലഭിക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട അർഹമായ കാര്യങ്ങൾ PM ശ്രീയുടെ പേരിൽ തടഞ്ഞു വെക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട പദ്ധതികൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ ഘട്ടത്തിൽ തയ്യാറാവേണ്ടി വന്നു. അത് അനിവാര്യമായ സാഹചര്യമാണ് എന്ന് CPM നേതൃത്വത്തിന് ഭാവിയിൽ വിശദീകരിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. സർക്കാരും അക്കാര്യം LDF യോഗത്തിൽ വിശദീകരിക്കുകയും നമ്മൾ കുരുക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല ഈ സംസ്ഥാനത്ത് എന്ന് CPIക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരെ പിന്നീട് അനുനയിപ്പിക്കാം എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ശരി, തുടരൂ. സാജുവിലേക്ക് മടങ്ങിയെത്താം. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് MABയുടെ പ്രതികരണം തേടിയപ്പോൾ ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാമെന്നുള്ളൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രതികരണത്തിലേക്ക്. കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എൻഗേജ്മെന്റ് വേണം. ഈ സാഹചര്യത്തെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞിട്ടും ആ വാക്കുകളൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഉടൻ തന്നെ സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. KR സാജു തുടരുന്നുണ്ട്. സാജു, നമുക്കറിയാം 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. വെറും മാസങ്ങളുടെ മാത്രം ഇടവേളയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതുപോലെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കില്ലേ? സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നു വരാം. പക്ഷെ അപ്പോഴും അതൊരു പ്രാദേശികമായ വിഷയങ്ങളാണ് പലപ്പോഴും വിധി നിർണ്ണയിക്കുന്നത് എന്നത് തന്നെ. അതിനാൽ തന്നെ അത് കാര്യമായി ബാധിക്കില്ല എന്ന് ഒരുപക്ഷെ CPM നേതൃത്വം ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നുണ്ടാവാം. സർക്കാരും അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ടാവാം. CPI അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ പിന്നീട് ഇത്തരം ചർച്ചകൾക്ക് പകരം ഒരു സമവായത്തിൽ മുന്നോട്ട് പോവുകയും ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നതായിരിക്കും ഏതൊരു മുന്നണിയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചില അസ്വാരസ്യങ്ങൾ മറന്നുകൊണ്ട് ഒറ്റക്കൈയായി ഒരു മെയ്യായി പ്രവർത്തിച്ചു പോകുക എന്നതായിരിക്കും എടുക്കുന്ന സമീപനം എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. അതിനാൽ തന്നെ CPIയുടെ എതിർപ്പിനെ ഞാൻ നേരത്തെ വിശദീകരിച്ച കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾക്ക് അടക്കം വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കെല്ലാം
ധാരാളം പണം ആവശ്യമാണ്. അത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനെ മറികടക്കാൻ PM ശ്രീയിൽ ഒപ്പുവെച്ചേ കഴിയൂ. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ഉടൻ ഈ 1500 കോടി രൂപ SSA ഫണ്ട് അടക്കം ലഭിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ലഭിക്കുന്നതിനാൽ ഇതിനകത്ത് ഒപ്പിടേണ്ടത് ഒരു അനിവാര്യമായ സാഹചര്യമായി വന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പദ്ധതിയിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് മുന്നണിക്കുള്ളിൽ വിശദീകരിക്കുകയും ഘടകകക്ഷികളെ പ്രത്യേകിച്ച് CPIക്ക് അങ്ങനെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സമവായത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടൽ അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സംശയമുള്ളത് സാജു. നമുക്കറിയാം ഈ ധാരണാപത്രം ഒപ്പുവെക്കുമ്പോഴുള്ള ഈ കരട് രേഖ അതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കുരുക്കുള്ള വിഷയങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് അനുനയിപ്പിക്കാമെന്ന് എത്രയൊക്കെ കരുതിയാലും അങ്ങനെ നടക്കുന്ന കാര്യമല്ലല്ലോ. അക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ കുരുക്കുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നടപ്പിലാക്കും എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ മുന്നണിയിൽ നൽകിക്കൊണ്ട് അവരെ അനുനയിപ്പിച്ചു മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെയുള്ള വഴി എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒപ്പിട്ട് മുന്നോട്ട് പോകുക എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. സാധാരണഗതിയിൽ ഇതൊരു മുന്നണിയിൽ അന്തിമമായി എടുക്കേണ്ട ഇത്രയും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ തീരുമാനങ്ങൾ എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തു, അത് നടപ്പിലാക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന നിലയിലേക്ക് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. കാരണം CPI പരസ്യമായ എതിർപ്പുകൾ ഉന്നയിച്ചിട്ട് അധിക സമയമായില്ല. ഇന്നലെ തന്നെയാണ് മിനിഞ്ഞാന്ന് മന്ത്രിസഭയിൽ വിമർശനം ഉന്നയിക്കുന്നു. അതിനുശേഷം കാര്യങ്ങളിൽ അന്ന് തന്നെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുമ്പോഴേക്കും ബിനോയ് വിശ്വം ഞങ്ങളുടെ എതിർപ്പ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ട് എന്നത് വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മന്ത്രി GR അനിലായിരുന്നു CPIയിൽ നിന്നും. ആ മന്ത്രി GR അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാജു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ദഹിക്കാത്ത ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയും. അപ്പോഴേക്കും കേന്ദ്ര സർക്കാർ അപ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഈ ഒഴിവാക്കലും മാറി നിൽക്കലും എന്നുള്ളതൊക്കെ വസ്തുതയാണ്. കേന്ദ്ര സർക്കാർ അപ്പോൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് കർക്കശ ബുദ്ധിയോടുകൂടി വാശി പിടിച്ചാൽ പിന്നീടും ഫണ്ട് മുടങ്ങുന്ന കേരളം നടപ്പാക്കാതിരുന്നാൽ പിന്നീടും മറ്റു ഫണ്ടുകളൊക്കെ തടഞ്ഞു വെക്കപ്പെടാനുള്ള സാധ്യതകൾ ഒക്കെയുണ്ട്. അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലയിലാണോ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന സംശയവും ബാക്കി നിൽക്കുകയാണ്. അമൃത, ശരി, ഏതായാലും നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ. ഇപ്പോഴിതാ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുന്നു. പക്ഷേ വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായിരിക്കും പ്രതികരണം എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്.